என் நெஞ்சில் குடியிருக்கும் அந்த அன்பான புள்ளிகளுக்கும் நண்பா நண்பிகளுக்கும் விஜய் சார் சும்மா அப்படி பண்ணா போதும். அமைதின்னு சொன்னாலே இவ்வளவு பாயிண்ட் ஒரே கேங் தான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ലക്കി മാൻ യൂട്യൂബ് ചാനൽ. നമ്മള് എത്രയും പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ബേസ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് ചെയ്തിട്ടുള്ള ചാനലാണ്. അപ്പോൾ കണ്ടന്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗാംബ്ലിംഗ്, അതുപോലെ ഫാന്റസി ഗെയിംസ് പറഞ്ഞാൽ നമ്മുടെ ഡ്രീം 11, മൈ 11 സർക്കിൾ, അതുപോലെ അങ്ങനത്തെ ഗെയിംസ് ഉണ്ടല്ലോ, റമ്മി, ജംഗ്ലി റമ്മി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ ലോ ആരും പ്രതീക്ഷിക്കാതെ നല്ല ഉച്ചത്തോടുകൂടിയിട്ട് പാസ്സാക്കി. നമ്മുടെ ദ്രൗപതി മുർമു എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റ് ലോ നല്ല ഉച്ചത്തോടുകൂടി കൊടുന്നു. അപ്പൊ ഞാൻ ഇന്നലെ എന്താ പറയാ, ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്കയിൽ ഒരു 1 ഡേയുടെ കളി നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ ടീമൊക്കെ ഇട്ടു. പക്ഷെ ഞാൻ ഉച്ചയാകുമ്പോൾ ഓൾമോസ്റ്റ് ആ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ ആ സാധനം കാലിയായി കളിക്കുന്നു. മൈ 11 സർക്കിളും ഡ്രീം 11 ഒക്കെ ഫുൾ പോയി. നമ്മൾ ഇട്ട കളി പോയിരിക്കുന്നു, ഫണ്ട് റീഫണ്ട് വന്നെടുക്കുന്നു. ഇവരുടെ ഈ എന്താ പറയാ VIP മെമ്പേഴ്സിനുള്ള പെയ്ഡ് ഇതുണ്ട്, ഫ്രീ കോൺടെസ്റ്റ്, അങ്ങനത്തെ മാത്രമാണ് കളി മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി എല്ലാം അവരെടുത്ത് കഴിഞ്ഞാൽ. അപ്പൊ എനിക്ക് 1-2 എന്താ പറയാ യൂട്യൂബിലൊക്കെ മെസ്സേജ് വന്നു, ബ്രോ ഗാംബ്ലിങ്ങും സാധനമൊക്കെ നിർത്താൻ പോവാന്ന് നമുക്ക് കൊണ്ട് ആരോ കമന്റ് ഇട്ടിരുന്നു. പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് അധികം ഒന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ സാധനം വന്ന സമയത്ത് ഞാൻ അന്വേഷിച്ചു. അപ്പോ കുറച്ച് കാര്യങ്ങൾ എന്റെ പേജിലാണ് സംഭവം നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങളായിട്ട് അത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ 24 എന്താ പറയാ പിറ്റേ ദിവസം 22-ാം തീയതി 23-ാം തീയതിയാണ് നമ്മളെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ ഞാൻ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടൊക്കെയാണ് ഇത് നിർത്തിയത്, ഇനി ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഒരു മടങ്ങി വരവുണ്ടോ ശശി എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ അതിനുള്ള കുറച്ച് ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന വെച്ചാല് താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മളൊരു 2000 സബ്സ്ക്രൈബർ എന്ന ടാർഗറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 3-4 വർഷം കഴിയുന്നു നമ്മൾ ചാനൽ തുടങ്ങിയിട്ട്. 2000 ആണ് നമ്മൾ വെച്ചേക്കുന്ന ടാർഗറ്റ്. വലിയ യൂട്യൂബേഴ്സിന്റെ പോലത്തെ മില്യൺസ് കണക്കുകളൊന്നുമില്ല. 2000 ഓൾമോസ്റ്റ് ഒരു 500 സബ്സ്ക്രൈബറിന്റെ അടുത്തൊക്കെ മതി. അപ്പൊ നിങ്ങൾ കാണുന്ന ആൾക്കാർ ഹെൽപ്ഫുൾ ആയിട്ട് ഈ സാധനം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണ് ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അതായത് ഇത് ഫസ്റ്റ്, അതായത് കുറച്ചധികം ഉണ്ട്. ഫസ്റ്റ് പാസ്സാക്കിയുള്ളത് ഇതിന് വേണ്ടിയിട്ട് ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട് നമ്മുടെ പ്രസിഡന്റ്. അതായത് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025. അതാണ് ഈ ആക്ടിന്റെ ഒഫീഷ്യൽ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ആക്ട് 2025 അണ്ടറിലാണ് ഇത് വരുന്നത്. അതായത് ഈ പറഞ്ഞ ഓൺലൈൻ, അതായത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പൈസ ഇട്ടുകൊണ്ട് കളിക്കുന്ന ഗെയിംസ്. അതിപ്പോ എന്താ പറയാ പ്യുവർലി സ്കില്ല്, അതായത് നമ്മുടെ കഴിവ് കൊണ്ട് കിട്ടണതായാലും അല്ലെങ്കിൽ ചാൻസസ് നമ്മുടെ ലക്കിന് കിട്ടുന്നതുകൊണ്ടായാലും സ്കില്ലും ലക്ക് കൊണ്ടും, അതായത് ഹൈബ്രിഡ് ആയിട്ട് കിട്ടുന്ന മോഡൽസ് ഗെയിംസുകളായാലും അത് കംപ്ലീറ്റ് ആയിട്ട് കർത്തണ്ടാനാണ് ദ്രൗപതി മുർമു ഈ ഓർഡറോട് പാസ്സാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗെയിമിംഗ് ആപ്ലിക്കേഷന്റെ പരസ്യങ്ങൾ ബാക്കി പ്രൊമോഷനും കാര്യങ്ങളും ചെയ്യുന്നവർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്തിട്ടില്ലെന്നുള്ള ഭവിഷ്യത്തുകളും അവർ പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്ക് നോക്കാം. പിന്നെ ഇതില് ഈ പറഞ്ഞ ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്, സ്കില്ല് കൊണ്ടോ അങ്ങനത്തെ കാര്യം കൊണ്ടോ കളിക്കുന്ന ഗെയിംസ് ആയാലും അത് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ അതിന്റെ ഫിനാൻഷ്യൽ അഡ്വർടൈസിങ് സ്റ്റോപ്പ് ചെയ്യണം. ഇവര് എന്തുകൊണ്ടാണ് ഇത് എടുത്തുള്ളത് പറഞ്ഞാൽ ഈ പറഞ്ഞ പൈസ നമ്മൾ എന്താ പറയാ ടെററിസ്റ്റ് ഫണ്ടിങ്ങുകൾക്കും അതുപോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ഫണ്ടിങ്ങുകൾക്കും അതുപോലെ എന്താ പറയാ മാർക്കറ്റ് ഫ്ലക്ച്വേഷനൊക്കെ കാര്യമായി യൂസ് ചെയ്യപ്പെടുന്നു എന്നാണ് അവരെ കണ്ടെത്തല്. അതുപോലെ പിന്നെന്താ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, യൂത്ത്, അതായത് ചെറുപ്പക്കാരിൽ മിഡിൽ ക്ലാസ്സിൽ ഇതുപോലെ അഡിക്ഷൻ ആയിട്ട് അവരെ ഫിനാൻഷ്യൽ ഭദ്രതയെ തകർക്കാൻ അത് കാരണമാവെന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താ പറയാ മണി ലോണ്ടറിങ് ആക്ടുകളെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അതാണ് ഇവര് മെയിൻ ആയിട്ട് പറഞ്ഞത്. അതുപോലെ ഇവർ പറയുന്നുണ്ടല്ലോ അഡിക്ഷൻ, അതായത് സൈക്കോളജിക്കലി ഗെയിംസ് വന്നിട്ട് മെന്റലി യുവാക്കളിൽ പ്രശ്നം വരുത്തുന്നത്. അപ്പൊ ഇത്രയും കാരണങ്ങളാണ് സ്ട്രോങ് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നിർത്തലാക്കുന്നത്. ഉറക്കം നോക്കുക 100% ഇത് ശരി തന്നെയാണ്. എന്താ പറയാ കിട്ടിക്കൊണ്ടിരുന്ന ഹരം കൂടും കിട്ടി പൈസ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തകർക്കുന്ന രീതിയിലേക്ക് ഈ സംഭവം എത്തിക്കഴിഞ്ഞു. കാരണം അത്രയധികം പ്ലാറ്റ്ഫോംസ് ജനറേറ്റ് ആയി കഴിഞ്ഞ ഒരു 6-7 വർഷത്തിലുള്ള തന്നെ ഇത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എത്രയോ ബില്യൺസ് ആൻഡ് ബില്യൺസ് ആണ് ഇന്ന് റവന്യൂ പറഞ്ഞ കമ്പനീസ് ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്.
നമ്മുടെ 30% ടാക്സ് വന്ന സമയത്ത് ഇവരൊന്നും ഇടിഞ്ഞെങ്കിലും, പക്ഷെ ഇപ്പൊ അതിന് പൂർവ്വധികം ശക്തിയിൽ പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കയറി വന്നിരുന്നു. അപ്പൊ ഇതിന്റെ ഇത് എന്താ പറയാ, മൊത്തത്തിൽ കറക്റ്റ് രീതിയിൽ തന്നെയാണ്, മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ ആക്ടും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ ഇതിന് പുറമെ ഇതൊക്കെ നമ്മൾ സീരിയസ് ആയിട്ട് വന്നെങ്കിലും ഇത് ശ്രദ്ധിക്കാതെ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി മുന്നോട്ട് പോവാച്ചാല് അവർക്ക് വന്നിട്ട് 3 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്, അതായത് ജയിലിലിടും 3 വർഷം, അതുപോലെ 1 കോടി രൂപ വരെ ഫൈൻ ഇവരുടെ മേത്ത് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകളെ വന്നിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നവർക്ക് വന്നിട്ട് 2 വർഷം വരെ തടവും, അതുപോലെ 50 ലക്ഷം രൂപ വരെ ഫൈൻ അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ. പിന്നെ ഇതിന്റെ എന്താ പറയാ, നെക്സ്റ്റ് മുന്നോട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചാൻസ് കുറവാണ്, പ്രത്യേകിച്ച് ഈ കമ്പനികൾക്ക്. കാരണം മോസ്റ്റ് ഓഫ് ദി ക്ലൈമിംഗ് പ്ലാറ്റ്ഫോംസ് ഇന്നലത്തോടെ ഉച്ചത്തോടുകൂടി തന്നെ ഹോൾട്ട് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്രീം 11 മൈ ലെവൽ സർക്കിളിലും കളിക്കുന്ന കാരണം പറഞ്ഞാണ് സ്പോർട്ടിൽ സാധനം അവർ ഹോൾട്ട് ആക്കിയിട്ടുണ്ട്. ഇവരുടെ സൈഡിൽ നിന്ന് നമുക്ക് നല്ലൊരു ഗെയിമിംഗ് ആയിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് സൈൻ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. അതായത് ഓൾമോസ്റ്റ് ഈ കമ്പനികളുടെയൊക്കെ ഒരു എന്താ പറയുക നിലനിൽപ്പ് തന്നെ ഇതാവുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോ ഓൾമോസ്റ്റ് ഇതിനിപ്പോ എന്താ പറയാ, ഇത് ഇവർക്ക് ചെയ്യാൻ പോകുന്ന ഓപ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാൻ പോകുന്നതാണ്. വേറെ എന്തെങ്കിലും ഒരു പേരിൽ ഓട്ടോമാറ്റിക്കലി ലീഗലായിട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പോ വേറെ പല പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അതായത് നമ്മുടെ 1xBet, 1win, അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ടല്ലോ. നമ്മൾ അതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും ഇന്ത്യൻ റെഗുലേറ്ററിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നല്ല. അതുപോലെ ഇവർ ചിലപ്പോൾ ഒരു വെബില് ഇതുപോലെ ഏതെങ്കിലും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഒരു സ്ഥലത്തുനിന്ന് ഇവർ ഹോസ്റ്റ് ചെയ്യും. അത് പബ്ജി ബാനായിട്ട് വേറെ നടന്നൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ ഒരു വേറെ സെർവറിൽ വേറെ ഇതിന്റെ അണ്ടറിലേക്ക് മാറി, അപ്പൊ സിംഗപ്പൂരോ മലേഷ്യയോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ അണ്ടറിലേക്ക് പോയി അവിടെ ഒരു ഓപ്പറേഷൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവർക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ഏക ഓപ്ഷൻ. ഇന്ത്യയിൽ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ പണിപ്പാവും. അതുപോലെ പരസ്യം അപ്പോഴും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തായാലും ഇന്ത്യയിലുള്ള ആൾക്കാർ ഇന്ത്യയിൽ പരസ്യം ചെയ്യാൻ പറ്റില്ല മലേഷ്യൻ കമ്പനിയുടെ. അപ്പൊ അതിന്റെ റെഗുലേഷൻസ് ഒക്കെ വരും. അപ്പൊ ഓൾമോസ്റ്റ് ഇവർക്ക് എന്തായാലും നല്ലൊരു ലോസാണ്. മിക്ക കമ്പനികൾ ഷട്ട് ഡൗൺ ആയി പോകും, ചെറുതൊക്കെ. ഈ ഡ്രീം 11 ബാക്കി കമ്പനികളൊക്കെ മുന്നോട്ട് എന്ത് ആണ് സ്ട്രാറ്റജി നമുക്ക് വരുന്ന മാസങ്ങളിലും ദിവസങ്ങളിലും നമുക്കറിയാം. അപ്പൊ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ സൂക്ഷിക്കുക, പൈസ ഇട്ട് കളിക്കുമ്പോൾ ബി സ്മാർട്ട്, ബി സേഫ്. ഓക്കെ, നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ ഫിനാൻഷ്യലാണ്. നിങ്ങൾക്ക് കാര്യത്തിലെ കട വരുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.